പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഡയസ് ഹീറോ. പ്രണവ് മോഹൻലാലാണ് ചിത്രത്തിലെ നായകൻ. അപ്പോൾ സിനിമയുടെ ടീസറെ കുറിച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റിലീസായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകണം മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നൈറ്റ് ഷിഫ്റ്റ് ക്ലിക്ക് സൗണ്ട്, ലൈറ്റ് ബ്ലിങ്കിങ്. ഓ, പ്രണവ് മോഹൻലാൽ ബേസ്ഡ് ഓൺ സം ട്രൂ ഇവന്റ്. ഇതെന്താ സൗണ്ട്? ഒരു റേഡിയോയിൽ കേൾക്കുന്ന പോലെ എന്തോ. ഓ, ഡയസ് ഹീറോ. ഓക്കെ. റൈറ്റ് ആൻഡ് ഡയറക്റ്റഡ് ബൈ രാഹുൽ സദാശിവൻ. ഒക്ടോബർ 31, 2025 വേൾഡ് വൈഡ്. നല്ല അടിപൊളി സൂപ്പർ ഒരു ട്രെയിലറാണ് കണ്ട്. ഡയസ് ഹീറോ എന്ന പ്രണവ് മോഹൻലാലിൻ്റെ ചിത്രത്തിലെ ട്രെയിലറാണ് നമ്മൾ കണ്ടത്. സൂപ്പർ ട്രെയിലറായിരുന്നു. അതുപോലെ എനിക്ക് ഇതിൽ എടുത്തുറണ്ടായി തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ട്രെയിലറിൽ. ഈ രാഹുൽ സദാശിവൻ്റെ മുൻപത്തെ പടങ്ങളായിട്ടുള്ള ഭൂതകാലം വെച്ച് നോക്കുമ്പോൾ അതൊരു വീടിൻ്റെ ഉള്ളിൽ വെച്ച സംഭവം നടക്കുന്നത്. അപ്പോൾ സിനിമ കണ്ടവർക്കൊരു വീടാണ് പ്രത്യേകിച്ച് മെയിനായിട്ട് വരുന്നത്. രണ്ടാമത്തെ സിനിമയിലോട്ട് വരികയാണെങ്കിൽ ബ്രഹ്മയുഗം, അതിലും അധികം വേറെ സ്ഥലങ്ങളൊന്നുമില്ല. ആ ഒരു വീട്, ഒരു മനക്കുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ. ഭൂതകാലത്തിലായാലും അതുപോലെ തന്നെ ആയിരുന്നു. ഒരു വീട്, ഒരു വീടിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന സംഭവങ്ങൾ. ഇപ്പോൾ ഇതാ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴും ഇതിലും ഈ ട്രെയിലറിലും ടീസറിലൊക്കെ പ്രധാനമായും കാണിക്കുന്നത് ആ ഒരു വീടും ആ വീടിൻ്റെ ഉള്ളിലെ റൂമും മറ്റും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് കാണിക്കുന്ന ഒരു കാര്യം, ശ്രദ്ധിച്ച കാര്യം. രണ്ടാമത് ഇതൊരു സൈക്കോളജിക്കൽ ഹൊറർ മൂവിയാണ്. സിനിമ ഒക്ടോബർ 31 റിലീസാവുന്നത്. എന്തായാലും ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. കാരണം ഒരുപാട് പ്രതീക്ഷ വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സിനിമകളാണ്, ഭൂതകാലവും ബ്രഹ്മയുഗവും. രണ്ടും നല്ല അടിപൊളി സിനിമകളാണ്, നമ്മൾ ഞെട്ടിച്ച സിനിമകളാണ്. അപ്പോൾ മൂന്നാമതൊരു സിനിമ വരുന്നു, അതിൽ പ്രണവ് മോഹൻലാൽ നായകൻ എന്നൊക്കെ അറിയുമ്പോൾ പ്രേക്ഷകന് ഒരുപാട് പ്രതീക്ഷകൾ കൂടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ, നെട്ടിപ്പിക്കാനുള്ള ഒരു വകുപ്പ് എന്തായാലും സിനിമക്കകത്ത് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ സിനിമ ഒക്ടോബർ 31 റിലീസാവും. അന്നറിയാം പ്രേക്ഷകനെ നെട്ടിപ്പിക്കുമോ, അതേ തിയേറ്ററിൽ പിടിച്ചിരുത്തുമോ ഈ സിനിമ എന്നൊക്കെ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.